ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലൈഫിൽ 2 തവണയാണ് ഡൽഹിയിലേക്ക് പോയത്. ഇപ്രാവശ്യം ഡൽഹിയിലേക്ക് പോകുന്നത് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഏതൊരു ലോ സ്റ്റുഡൻറ്റിൻ്റെയും ഡ്രീമാണ് സുപ്രീം കോർട്ട് വിസിറ്റ് ചെയ്യുക, അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ. അതുപോലെ എൻ്റെയും ഒരു ഡ്രീമായിരുന്നു സുപ്രീം കോർട്ട് വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു വ്ലോഗ് എൻ്റെ സുപ്രീം കോർട്ടിലെ ഇൻറ്റേൺഷിപ്പ് ഡേയ്സിനെ കുറിച്ചാണ് കേട്ടോ. ഡൽഹിയിൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് കുറച്ച് തേങ്ങയും സാധനങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവിടെ വന്നപ്പോഴാണ് ഞാൻ ജാതിക്കയുടെ മരം കണ്ടത്. ഒരുപാട് നൊസ്റ്റാൾജിയാണ് എനിക്ക് ഈ ഒരു സ്ഥലം. പണ്ട് ക്രിസ്മസ് വെക്കേഷനും ഓണം വെക്കേഷനും ഒക്കെ നമ്മൾ വരുമ്പോൾ ഇവിടെ കുറേ പശുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നോക്കുന്ന അപ്പൂപ്പനാണ്. അപ്പൂപ്പനൊക്കെ മരിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങളായി. പിന്നെ ഞാനും അമ്മയും കൂടെ ആവശ്യത്തിനുള്ള തേങ്ങയും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. വീട് വാടകയ്ക്ക് കൊടുത്തിരുന്ന ആൾക്കാർ ഇപ്പോൾ മാറി. അപ്പോൾ അതുകൊണ്ട് വീട് ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തേങ്ങ എല്ലാം കൂടെ കെട്ടിപ്പൊതുങ്ങി വെച്ചിട്ട് അത് എടുക്കാൻ മറന്നുപോയി ഗൈസ്. അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവാണ്. കോവിൽ ഉത്സവത്തിന്റെ സമയമുണ്ട്. തന്നെ അത്യാവശ്യം അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു താമരയും തുളസിമാലയും വെച്ചിട്ട് അച്ഛനോട് യാത്ര പറഞ്ഞിട്ട് ഞാനും അമ്മ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കേരള എക്സ്പ്രസ്സിലാണ് നമ്മൾ പോയത്. AC കമ്പാർട്ട്മെന്റിലായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. സൈഡിൽ ഓവർ തന്നെ കിട്ടിയോണ്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ട്രെയിനിൽ ഞാൻ പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. ഈ ഇന്റേൺഷിപ്പ് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. എൻ്റെ കൂടെ അക്ഷര, ഗൗരി, അനുശ്രീ, ആര്യ ഇത്രയും പേരൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ താമസ സ്ഥലത്തെ കുറിച്ചാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. കാരണം ഒന്നും പറയാനില്ലാങ്ങിട്ട് തന്നെയാണ്. അത്രയ്ക്ക് വൃത്തികെട്ട ഒരു സ്ഥലത്തിൽ ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല. അങ്ങനെയാണ് ആ ചുറ്റുപാടും. പക്ഷെ ആ ചുറ്റുപാടെന്ന് ഞാൻ ഒരുപാട് മനുഷ്യന്മാരോട് കമ്പനിയായിരുന്നു. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഒരു വേസ്റ്റ് പ്ലേസ് ആയിരുന്നു എങ്കിൽ കൂടിയും എനിക്ക് അവിടെ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ നേരെ മെട്രോയിൽ കയറി സുപ്രീം കോർട്ടിലെത്തിയാണ്. ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എങ്ങോട്ട് പോകണമെന്നോ വഴിയോ ഒന്നും അറിയത്തില്ല. പിന്നെ പതിയെ നമ്മളതിൽ യൂസ്ഡായി വന്നു കേട്ടോ. എങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്, ക്യാൻറ്റീനിൽ നിന്ന്. നല്ല പനീറും റൊട്ടി എന്നാണ് അവർ പറയുന്നത്. റൊട്ടി ആ സാധനം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴായാലും എനിക്കിങ്ങനെ ചോറ് കഴിക്കാനുള്ള ക്രേവിങ് ആയിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ചോറ് കിട്ടിയാൽ മതി, തൈരും ചോറും മാത്രം മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. വഴിയിൽ പിള്ളേരൊക്കെ തറയിലൊക്കെ കിടന്ന് എഴയുന്ന ഇങ്ങനത്തെയൊക്കെ അവസ്ഥയായിരുന്നു ഗൈസ് അവിടെ. ഞങ്ങളിതൊക്കെ കണ്ടിട്ട് ഭയങ്കര സർപ്രൈസ്ഡ് അല്ല, എന്തൊക്കെയോ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ, ഫുഡ് ഞങ്ങൾ തന്നെയാണല്ലോ ഉണ്ടാക്കേണ്ടത്. കുറേ അച്ചാർ മാത്രമായിരുന്നു ഞങ്ങളുടെ ആശ്രയം എന്ന് പറയാം. അങ്ങനെ ഇന്റേൺഷിപ്പിന്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും പറ്റി, കോടതിയെ പറ്റിയും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഇതുവരെ സുപ്രീം കോർട്ടിലേക്ക് പോയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഇന്നെങ്കിലും സുപ്രീം കോർട്ട് കാണാൻ പറ്റും, പോകാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ മെട്രോയിൽ കയറി. ഞാനും അക്ഷരയും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര്യവേസ് എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ഈ ഒരു ഇന്റേൺഷിപ്പിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് എക്സ്പോസ്ഡ് ആയെന്നാണ്. കാരണം നമ്മൾ ഈ മെട്രോയിൽ വെച്ച് തന്നെ ഒരുപാട് ലോയേഴ്സിനെ പരിചയപ്പെട്ടു, കുറേ ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ മെട്രോ കയറാനും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കൂടെ ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുപോലെ ഭാഷയെന്ന് പറയുന്ന ഒരു ബാരിയർ നമ്മുടെ ലൈഫിൽ നിന്ന് പതിയെ പോകാൻ തുടങ്ങി. പതിയെ നമ്മൾ ഹിന്ദിയൊക്കെ നന്നായിട്ട് പറയാൻ തുടങ്ങി. ആദ്യം തപ്പിന്ന് അടങ്ങിയൊക്കെയാണ് പറഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ അതിൽ ഭയങ്കര ഫ്ലുവൻസ് ആവാൻ തുടങ്ങി. ആൻഡ് നമ്മുടെ ഇന്റേൺഷിപ്പിലെ ഏറ്റവും കോയിൻസിഡൻസ് എന്നോ അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, സുപ്രീം കോർട്ടിൽ ശബരിമല കേസിൻ്റെ ഹിയറിംഗ് നടക്കുന്ന സമയത്താണ് നമ്മളവിടെ സുപ്രീം കോർട്ടിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 9 ബെഞ്ചിൻ്റെ ഹിയറിംഗ്, അതായത് 9 ജഡ്ജസ് ഇങ്ങനെ ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നിരന്നിരിക്കുന്ന ആ ഒരു ബെഞ്ച് വിസിറ്റ് ചെയ്യാനും കാണാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. അതും നമ്മുടെ ശബരിമല കേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ ഒപ്പീനിയൻസ് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു ഡെപ്ത്. കാരണം ഇങ്ങനെ ഒരു ശബരിമല ഇഷ്യൂ ഉണ്ട് എന്നറിയാമെന്നുണ്ടെങ്കിൽ കൂടെ അതിലെനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട് എന്നെങ്കിൽ കൂടിയും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ എത്രത്തോളം കീറി മുറിച്ച് പഠിക്കാൻ പറ്റുമോ അത്ര രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇതിലൂടെ എനിക്ക് പറ്റി. കാരണം ഓരോ തവണയും ഓരോ ദിവസം നമ്മൾ സുപ്രീം കോർട്ടിലെ ഹിയറിംഗ് കേട്ടിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു നോളജ് അല്ലെങ്കിൽ പുതിയൊരു ഒപ്പീനിയൻ തന്നെ ഫോം ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റും. ഈ പനീർ കഴിച്ച് മടുത്ത് ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ളൊരു പരീക്ഷണം നടത്തി കേട്ടോ. ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ, അനുശ്രീ നല്ലൊരു കുക്കാണ്, സൂപ്പറായിട്ട് അവൾ ഫുഡ് ഉണ്ടാക്കും. സോ അവളുടെ പെപ്പർ ചിക്കനും നമ്മുടെ ചിക്കനും സലാഡും ചോറും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം നല്ലൊരു ഫുഡ് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിഷു ആയിരുന്നു കേട്ടോ. വിഷുവിന് നല്ലൊരു പായസം അനുശ്രീയുടെ വക ഉണ്ടായിരുന്നു. എനിച്ചപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി പായസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലൊരു കണി ഒരുക്കി കേട്ടോ. വലിയ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തന്നെ ഒരു ചെറിയൊരു കണി സെറ്റ് ചെയ്തു. നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്
ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം നമുക്ക് ഉച്ചയ്ക്ക് നല്ല വെജിറ്റേറിയൻ ഫുഡാണ് കിട്ടുന്നത്. നമ്മുടെ അഡ്വക്കേറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെജിറ്റേറിയനിൽ ഇത്രയും ഡിഷസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് തമിഴ് ഡിഷസ് കഴിക്കാനായിട്ട് പറ്റി. സാമ്പാർ റൈസൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. തൈരുമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ഫുഡാണ്. സാമ്പാർ സാദം, തൈര് സാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സുപ്രീം കോർട്ടിലെ ക്യാൻറ്റീനിലെ ഫുഡ് നല്ലതാണ് കേട്ടോ. നമുക്ക് ക്യാൻറ്റീനിൽ വന്ന് ഫുഡ് കഴിക്കാം, നമ്മുടെ ഫുഡ് വന്നിരുന്ന് കഴിക്കാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് അവിടെ ഉണ്ട്. രസഗുള, ഗുലാബ് ജാം ഒക്കെ പോലെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ലസ്സി, ഗുലാബ് ജാം കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുമായിരുന്നു. ഈ കോഫി നല്ല അടിപൊളി കോഫിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള കോഫിയായിരുന്നു. അങ്ങനെ അവിടുത്തെ ക്യാൻറ്റീനും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നമുക്ക് അഡ്വക്കേറ്റ്സിന് മാത്രമല്ല ഇൻറ്റേൺസിനും അവിടെ പോയിരുന്ന് കഴിക്കാൻ പറ്റും. അതിനൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ല. ഈ ഡൽഹിയിൽ ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ഹൗസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കേരള ഹൗസ്, മഹാരാഷ്ട്ര ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമ്മളിത് മഹാരാഷ്ട്ര സദനിലാണ് പോകുന്നത്. അനുശ്രീയുടെ ചേട്ടനാണ് നമ്മളവിടെ കൊണ്ടുപോയത് കേട്ടോ. പുള്ളി CBIയിൽ വർക്ക് ചെയ്യാണ്. പുള്ളിയുടെ മാരേജ് ആണ്. സോ അതിൻ്റെ ചിലവ് തരാനാണ് നമ്മൾ പോയത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ അകത്ത് കാണാനും ഭയങ്കര രസമായിരുന്നു. ഈ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തരും ഫോട്ടോസ് എടുത്ത് എടുക്കുമായിരുന്നു. അത്ര ഭംഗിയായിരുന്നു കേട്ടോ. ആൻഡ് ഇൻറ്റേൺഷിപ്പിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കേട്ടോ. കാരണം SLP ഒക്കെ നമുക്ക് സുപ്രീം കോർട്ടിൽ വന്നാൽ മാത്രമേ മനസ്സിലാക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. കാരണം വേറെ ഇപ്പോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്താലും അല്ലെങ്കിൽ വേറെ എവിടെ പ്രാക്ടീസ് ചെയ്താലും നമ്മൾ ഒരിക്കലും SLP ഒന്നും ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് പഠിക്കത്തില്ല. സോ നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ SLP ഡ്രാഫ്റ്റ് ചെയ്യാൻ പഠിക്കാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതിനുശേഷം നമ്മൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല ബിരിയാണിയായിരുന്നു. മഹാരാഷ്ട്രൻ സ്റ്റൈലിലുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. നമുക്ക് സുപ്രീം കോർട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നാൽ തന്നെ, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നായിരുന്നു. അതായത് ആ സമയത്ത് എനിക്ക് സുപ്രീം കോർട്ടിൽ ഫ്രീ ആയിട്ട് മരുന്നും കാര്യങ്ങളും എല്ലാം കിട്ടി, ചികിത്സയും എല്ലാം കിട്ടി. അപ്പോൾ അതെനിക്ക് ഒരു ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നുന്നു. അത് അഡ്വക്കേറ്റ്സിന് മാത്രമല്ല ഇൻറ്റേൺസിനും അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ചികിത്സ കിട്ടുന്നു എന്ന് പറയുന്നത്. കാരണം ഒരു രൂപ പോലും, ഒരു ടോക്കൺ എടുക്കാൻ പോലും ഒരു രൂപ പോലും നമുക്ക് അവിടെ നിന്ന് ചിലവാകുന്നുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഫൈനൽ ഡേ എത്തി കേട്ടോ. നമ്മൾ ആദ്യം വന്നപ്പോൾ തൊട്ടേ ഈ പട്ടിക്കുട്ടികളെ ഇവിടെ ഉണ്ട്. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ എവിടെയോ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ. കാരണം നമ്മളിനി ഇവിടെ ഇങ്ങോട്ട് വരുമോ എന്നുള്ളത് ആർക്കും അറിയത്തില്ല. സോ ഇനിയും ഭാവിയിൽ വരുമായിരിക്കാം, അറിയത്തില്ല. എങ്കിലും ഇനി ഒരു കുറേ നാളത്തേക്ക് നമ്മളിവിടെ ഇങ്ങോട്ടില്ലല്ലോ. ആ സമയത്ത് നല്ലൊരു മഴ പെയ്തായിരുന്നു കേട്ടോ. ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ബിഡിങ് ഫെയർവെൽ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഒരു എൻ്റെ മെമ്മറിയിൽ ഇപ്പോഴും ഇരിക്കുന്ന അങ്ങനെ ഒരു ക്ലൈമറ്റും സമയവും ഒക്കെ ആയിരുന്നു. അത് എല്ലാവരും കൂടെ ഒരു തണുത്തൊരു സമയവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി സുപ്രീം കോർട്ടിൽ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. നിങ്ങൾക്കും സുപ്രീം കോർട്ടിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിന് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.